വയനാട്ടിലെ ദുരന്തത്തിന് കാരണം പശുക്കളെ കൊല്ലുന്നത്. അസംബന്ധ പ്രസ്താവനയുമായി ബി.ജെ.പി നേതാവ്. ബി.ജെ.പി നേതാവാകുമ്പോൾ തന്നെ അസംബന്ധ പ്രസ്താവനയാണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പൊ നമ്മൾ എടുത്തു പറഞ്ഞ കാര്യമില്ല. ഈ പ്രസ്താവന നടത്തിയ ഐറ്റം ഇതാണ്. പേര് ഗ്യാൻദേവ് അഹൂജ. അതായത് ഇത് പണ്ട് ഞാൻ ചോദിച്ചൊരു കാര്യമാണ്, ഇവന്മാരുടെ പാർട്ടിയിലുള്ളവന്മാരെല്ലാം ഇങ്ങനെയാണോ അതോ പാർട്ടിയിൽ ചേർന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ആയിത്തീരുന്നതാണോ എന്നുള്ളത്. എനിവേ, ഇത്രയും ജനങ്ങൾക്ക് അവരുടെ സ്വത്തും ജീവനും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് ഇമാതിരി ഊളത്തരമൊക്കെ എഴുന്നള്ളിക്കാൻ എങ്ങനെ തോന്നുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈ നോർത്ത് ഇന്ത്യയിലെ കുറെ സംഖ്യകൾ ഇതിനെ തുടർന്നുകൊണ്ട് കുറെ ഹെയ്റ്റ് കേരളത്തിനെതിരെ അഴിച്ചുവിടുന്നുണ്ട്. അത് നമ്മൾ ബീഫ് കഴിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും ഇങ്ങനെ സംഭവിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമന്റുകൾ നാഷണൽ മീഡിയയിലൊക്കെ ഈ ന്യൂസ് വന്നപ്പോൾ അതിന്റെ അടിയിൽ വരുന്നത് ഞാൻ കാണുകയുണ്ടായി. എന്തായാലും ഇത് കേരളമാണ്. ബി.ജെ.പി വിചാരിക്കുന്ന പോലെ ഇവിടെ വർഗീയത ഇടാൻ നോക്കി കഴിഞ്ഞാൽ അത് നടക്കുകയില്ല. തമ്മിൽ തല്ലിക്കാൻ നോക്കി കഴിഞ്ഞാൽ അതും നടക്കുകയില്ല. ആഹാര സ്വാതന്ത്ര്യത്തിൽ കൈയെടുത്താൻ നോക്കി കഴിഞ്ഞാൽ അതും നടക്കുകയില്ല. ഇവിടെ പന്നിയെ കഴിക്കേണ്ടവർ പന്നിയെ കഴിക്കും, ബീഫ് കഴിക്കേണ്ടവർ ബീഫ് കഴിക്കും, കോഴിയെ കഴിക്കേണ്ടവർ കോഴിയെ കഴിക്കും. ഇവിടെ ലീഗലി എഡിബിൾ ആയിട്ട് മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടോ അത് മൊത്തം കേരളത്തിലെ ആൾക്കാർ കഴിക്കുക തന്നെ ചെയ്യും. ഞാൻ ഇത് പറഞ്ഞ ബി.ജെ.പി നേതാവിനോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഇമാതിരി മൊണ്ണത്തിലൊക്കെ നോർത്തിൽ ചെന്ന് പറഞ്ഞു നോക്കുക. അവിടുത്തെ കുറെ പൊട്ടന്മാർ വിശ്വസിക്കും. കേരളത്തിൽ ഇത് ചെലവാകില്ല.